നടിയെ ആക്രമിച്ച കേസിൽ രാജ്യം ഉറ്റുനോക്കുന്ന നിർണായക വിധി അതിന്നുണ്ടാകാൻ പോകുന്നു. 8-ാം പ്രതി നടൻ ദിലീപ് അടക്കം 10 പ്രതികൾ കുറ്റക്കാരാണോ എന്നത് സംബന്ധിച്ച് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് 11 മണിക്ക് ശേഷം ഉത്തരവ് പറയും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രധാനമായിട്ടും ചുമത്തിയിരിക്കുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല എങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8-ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്നതടക്കമുള്ള കുറ്റങ്ങൾ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന നടൻ ദിലീപിന്റെ കാര്യത്തിൽ അടക്കം കോടതി എന്ത് നിലപാടെടുക്കുമെന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. 6 വർഷം നീണ്ട രഹസ്യ വിചാരണയുടെ സുപ്രധാന വിവരങ്ങളടക്കം ഇതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധം ഉണ്ടായിരുന്നു എന്നാണ് ആക്രമിക്കപ്പെട്ട നടി തന്നെ കോടതിയെ അറിയിച്ചതും. തന്നെ അറിയില്ല എന്ന 8-ാം പ്രതി നടൻ ദിലീപിന്റെ വാദം പൾസർ സുനി ഏറ്റവും ഒടുവിൽ കോടതിയിൽ തള്ളിയതും ശ്രദ്ധേയമായ സാഹചര്യത്തിലാണ് വിധി വരുന്നത് എന്നുള്ളതാണ്. വിചാരണയ്ക്കിടെയാണ് തങ്ങൾ ഇരുവർക്കും പരസ്പരം അറിയാമെന്ന് പൾസർ സുനി അറിയിച്ചത്. ഇക്കാര്യം കോടതി രേഖപ്പെടുത്തിയതായിട്ട് പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ട് പൾസർ സുനിലിന്റെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രതീഷ് കുറുപ്പാണ് കഴിഞ്ഞ ദിവസം ഇത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. പൾസർ സുനിയെ യാതൊരു പരിചയമില്ല എന്ന നാളിതുവരെയുള്ള ദിലീപിന്റെ നിലപാടിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും 6 വർഷം നീണ്ട രഹസ്യ വിചാരണ പൂർത്തിയാക്കിയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിയായിട്ടുള്ള ഹണി എം വർഗീസ് രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ പോകുന്നത്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിക്കും സംഘത്തിനും പുറമെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന നടൻ ദിലീപിന്റെ കാര്യത്തിൽ കൂടി കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. 2012 മുതൽ ദിലീപ് തന്നോട് വിരോധമുണ്ടായിരുന്നതായിട്ട് കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞതാണ് പിണക്കത്തിന് കാരണമെന്നും ഒക്കെ നടി കോടതിയിൽ തന്നെ മൊഴി നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്നതടക്കം ദിലീപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നും നടി വിവരിച്ചിട്ടുണ്ട്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിയും സംഘവും മുമ്പും ശ്രമിച്ചിരുന്നതായിട്ട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് 2017 ജനുവരി മാസം 3-ാം തീയതി ഗോവയിൽ വെച്ച് കൃത്യം നടത്താനായിരുന്നു അന്നത്തെ ആലോചന. എന്നാൽ കൃത്യം നടത്താൻ അന്ന് ഷൂട്ടിംഗ് നേരത്തെ പൂർത്തിയാക്കിയത് കാരണം നടി മടങ്ങിപ്പോയതിനാൽ അന്ന് കൃത്യം നടന്നില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാനിരിക്കുക കേസിൽ ഇതിനകത്ത് നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഇതിന് പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചവർ പല സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പ്രകൃതിയുടെ ഒരു കയ്യൊപ്പുണ്ട് എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് നടിയുടെ അഭിഭാഷകയായിട്ടുള്ള TV ബിനിയായിരുന്നു. ആ മിനിയുടെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ അർത്ഥവത്താണ് എന്നുള്ളത്. കാരണം എന്ന് പറയപ്പെടുന്നത് ദിലീപ് 1-ാം പ്രതിക്കെതിരെ നൽകിയ പരാതി, മറ്റൊന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വരവ്, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് അവർക്കും ചിലപ്പോൾ സമൂഹത്തിനും ഇഷ്ടമെന്ന് പറയപ്പെടുന്നത്. ഇതിലെ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന് കാണിച്ച് ദിലീപ് നൽകിയ പരാതിയിലാണ് വീണ്ടും അന്വേഷണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്. അപ്പോൾ തനിക്ക് വേണ്ട പണി താൻ തന്നെ ഇരന്നു വാങ്ങിയത് ദിലീപാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ഇവിടെ ഒരു വിഷയം കൂടി ചേർത്ത് വായിക്കേണ്ടത് ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ശബരിമലയിൽ സ്വർണ്ണപ്പാളി കടത്തി എന്നുള്ള വിവാദം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് അതിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുകയാണ് ഇവിടുത്തെ സ്വർണ്ണപീഠം, ശബരിമലയിലെ സ്വർണ്ണപീഠം കാണാനില്ല എന്ന് മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ അദ്ദേഹമാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ 1-ാം പ്രതിയാക്കുന്നത്. നമ്മളിപ്പോൾ അറിയുന്ന ശബരിമലയിലെ വൻപിച്ച സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെയാണ് ഈ ദിലീപ് വിഷയത്തിൽ ദിലീപ് തന്നെ പൾസർ സുനിക്കെതിരെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് കാണിച്ചുകൊണ്ട് ദിലീപ് നൽകിയ പരാതിയാണ് പിന്നെ അങ്ങോട്ട് ദിലീപിനെ അടക്കം പ്രതി ചേർക്കുന്ന തരത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ദിലീപ് അന്നത്തെ DGP ആയിട്ട് ലോക്നാഥ് ബെഹ്റയ്ക്ക് ഒരു പരാതി നൽകുന്നു. 1-ാം പ്രതി ജയിലിൽ നിന്നും വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നായിരുന്നു ആ പരാതിയുടെ ഉള്ളടക്കം എന്ന് പറയപ്പെടുന്നത്. ദിലീപിന് കേസിൽ ബന്ധമുണ്ട് എന്ന സംസാരം പൊതുവെ ഉണ്ടായിരുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തെ പ്രതി ചേർക്കപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് ദിലീപിന്റെ പരാതി വരുന്നതും 3 ദിവസത്തിനകം അന്വേഷണം നടപടിയെടുക്കണമെന്ന് DGP കീഴ്ഘടകത്തിന് നിർദ്ദേശം നൽകുന്നതൊക്കെ അതിനുശേഷമായിരുന്നു. അന്ന് ഈ TP സെൻകുമാർ നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലോക്നാഥ് ബെഹ്റയെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനമായതും ഈ ഒരു വേളയിലാണ്. അത് കഴിഞ്ഞ് ദിലീപ് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിക്കുന്നു. ആ അന്വേഷണം നടത്തുമ്പോൾ പക്ഷെ ബെഹ്റ ആ DGPയുടെ സീറ്റിൽ അന്ന് ഇല്ലാതായി. ദിലീപിന്റെ പരാതി IG ഫോർവേഡ് ചെയ്തു. IG അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ ജയിലിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നു. ഈ വേളയിൽ പൾസർ സുനി ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയുന്നു. അപ്പോൾ അന്ന് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് CCTV പരിശോധിച്ചു. അപ്പോൾ സാധാരണ എന്ന് പറയപ്പെടുന്ന 60 ദിവസം വരെയാണ് ജയിലിലെ CCTV ദൃശ്യങ്ങളൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ കോവിഡ് കാരണം അത് നീക്കാൻ വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ നിർണായക ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ അങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതുപോലും. അപ്പോൾ ആ തെളിവ് വെച്ചാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ അറസ്റ്റ് എന്ന് പറയപ്പെടുന്ന പ്രകൃതിയുടെ ഒരു ഇടപെടലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാകുന്നു. അതിനുശേഷം വലിയ അന്വേഷണത്തിലേക്ക് പോകുന്നു. അതാണ് നമ്മൾ കണ്ട ഒരു ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്.
പ്രകൃതിയുടെ ഇടപെടൽ പിന്നീടാണ് ബാലചന്ദ്രകുമാർ തെളിവുമായിട്ട് വന്നത്. അതും ഒരു ഇടപെടലായിട്ടാണ് മുഖ്യമന്ത്രി കണ്ടത്. അവിടെ പരിഗണിക്കപ്പെടാത്തതിനാൽ അത് വന്നിട്ട് മറ്റൊരു ചാനലിൽ വന്ന് നിന്ന് അഭിമുഖം കൊടുക്കുന്നു. ഇതോടെ വീണ്ടും അന്വേഷണത്തിന് വഴി തെളിഞ്ഞു എന്നുള്ളതാണ്. അന്ന് ദിലീപിന് വേണ്ടിയിട്ട് ബാധിച്ച പലരും പിന്നീട് അനുഭവിച്ചു എന്ന് പറയുകയാണ് അഭിഭാഷക. നടൻ സിദ്ദിഖ് മുതൽ ഏറ്റവും ഒടുവിൽ രാഹുൽ ഈശ്വർ വരെ എന്തൊക്കെയോ കാരണങ്ങളാൽ ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് അവർ പറയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രകൃതിയുടെ ഒരു ഇടപെടൽ ഇവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കേസിൽ നമുക്കറിയാം ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു തെളിവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞതുപോലെ ദിലീപിന്റെ പരാതിയാണെങ്കിൽ, രണ്ടാമത്തത് അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലായിരുന്നു. അന്ന് കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തി എന്നുള്ള വെളിപ്പെടുത്തലാണ് ബാലചന്ദ്രകുമാർ നടത്തിയത്. ഇതില് പ്രധാന സാക്ഷി കൂടിയായിട്ട് അദ്ദേഹം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടു. അപ്പൊ ഈ കേസിൽ അന്ന് ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെ പ്രധാന പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കുന്ന, അന്ന് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് ടിവിയിലൂടെയാണ് അയാൾ കണ്ടത് എന്നാണ് പറയപ്പെടുന്നത് ബാലചന്ദ്രകുമാർ. അന്ന് അക്കാര്യം ഇയാൾ ദിലീപിനെ വിളിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് അറിയില്ല എന്നുള്ളൊരു കളവാണെന്ന് അദ്ദേഹം പറയും. കാരണം കേസിൽ ദിലീപ് 8ാം പ്രതി ആയതോടെ തന്നെ കാണണമെന്ന് അറിയിച്ചതിനെ തുടർന്ന് അവിടെ എത്തുകയാണ് ബാലചന്ദ്രകുമാർ. പൾസർ സുനിയെ കണ്ടെന്ന് ആരോടും വെളിപ്പെടുത്തരുത് എന്ന് ദിലീപ് അപ്പോൾ ആവശ്യപ്പെട്ടു എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. പൾസർ സുനിയെ കണ്ട കാര്യം താൻ പറയില്ലെന്ന് ഉറപ്പ് ലഭിക്കുന്നത് വരെ കാവ്യമാധവൻ ഭക്ഷണം പോലും കഴിക്കാതെ കാത്തിരുന്നു എന്നും ഇത് കാവ്യ തന്നെയാണ് പിന്നെ പറഞ്ഞതെന്നും ബാലേന്ദ്രകുമാർ അന്നൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അങ്ങനെ പൾസർ സുനി ദിലീപിനെ കണ്ട കാര്യം ആരോടും പറയരുത് എന്നും അത് ജാമ്യം ലഭിക്കാൻ തടസ്സമാകുമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചത് ദിലീപിന്റെ സഹോദരൻ, സഹോദരി ഭർത്താവ് കാവ്യ എന്നിവരാണ് എന്നാണ് അന്ന് ബാലചന്ദ്രകുമാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. ഒടുവിൽ ജാമ്യം ലഭിച്ചപ്പോൾ ദിലീപിന്റെ സഹോദരി ഭർത്താവ് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അപായപ്പെടുത്തുവാനുള്ള ഗൂഢാലോചന നടത്തി ജാമ്യം ലഭിച്ച് വീട്ടിലെത്തി ദിവസങ്ങൾക്കുള്ളിൽ നടിയെ ആക്രമിക്കുന്ന വീഡിയോ ദിലീപ് സ്വന്തം വീട്ടിലിരുന്ന് കണ്ടെന്നും ബാലചന്ദ്രകുമാർ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. അപ്പൊ ഈ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന തെളിവുകളും ബാലചന്ദ്രകുമാർ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും ദിലീപിന്റെ ഇടപെടലും ഒക്കെയാണ് പ്രകൃതിയുടെ ഇടപെടലായിട്ട് കാണേണ്ടി വരുന്നത്. ബാലചന്ദ്രകുമാർ എത്തുന്നു, ബാലചന്ദ്രകുമാറും ദിലീപുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു, നല്ല സൗഹൃദത്തിലായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ദിലീപിനെ വല്ലാത്ത കുഴപ്പത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ള അങ്ങനെ. പക്ഷെ ഇത് പറയുമ്പോൾ ഈ വിധിയറിയാൻ നിർഭാഗ്യവശാൽ ബാലേന്ദ്രൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. യുവനടിയെ ഓടുന്ന വാഹനത്തിൽ ലൈംഗികമായിട്ട് ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ നാടകീയമായിട്ടുള്ളതും വിവാദങ്ങളും ഒക്കെ നിറഞ്ഞ വിചാരണയ്ക്കൊടുവിലാണ് ഇന്നത്തെ വിധി എന്നുള്ളത് നിർണായകമാണ്. ഏകദേശം 8.5 വർഷത്തിന് ശേഷം വരുന്ന വിധി 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിനെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ ആകാംക്ഷയിലാണ് മലയാളികൾ എന്ന് പറയാതിരിക്കാനും കഴിയില്ല. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയായിട്ടുള്ള ഹണിയം വർഗീസ് വിധി പറയുമ്പോൾ ആ വിധി എന്ന് പറയുന്നത് ദിലീപിന് മാത്രമല്ല നിർണായകമാകുന്ന എൻ്റെ മലയാള സിനിമയെ അടക്കം ബാധിക്കുന്ന വിഷയത്തിലേക്ക് ചിലപ്പോൾ പോയേക്കാം. ഇനി ഈ ദിലീപുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയം പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട്. ഒരു വലിയ സന്ദേശം അതിനകത്ത് ലഭിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പൊതുസമൂഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെറ്റായ സമീപനം, ഒരു തെറ്റായ സന്ദേശം ഉണ്ടാകുമെന്ന് കോടതി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിനെ ശിക്ഷ ലഭിക്കാതിരിക്കുവാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ശിക്ഷ ലഭിക്കുന്ന തരത്തിലേക്ക് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ശിക്ഷകൾ ലഭിക്കുവാനുള്ള സാധ്യത, കുറ്റക്കാരനാണ് എന്നുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തിയാണ് എന്നൊക്കെ കോടതിക്ക് തിരിച്ചറിയുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ദിലീപിനെ ഒഴിവാക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ദിലീപും കുറ്റക്കാരുടെ പട്ടികയിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു ചെറിയ ശിക്ഷ എന്ന് പറയപ്പെടുന്നത് ലഭിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ ശിക്ഷ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഒരു നല്ല സന്ദേശം കോടതിക്ക് നൽകാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ തന്നെയാണ് നമ്മൾ ഈ വരാൻ പോകുന്ന വിധിയെ കാണേണ്ടത്. പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള സുനിൽകുമാർ എന്ന പൾസർ സുനിയാണ് ഇതിനകത്തെ 1ാം പ്രതി. ദിലീപ് അടക്കം 10 പ്രതികൾ 2017 ഫെബ്രുവരി മാസം 17 വൈകിട്ട് ഷൂട്ടിങ്ങിനായിട്ട് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നതിനിടെയാണ് നടിക്ക് നേരെ അന്ന് ആക്രമണം ഉണ്ടായത്. മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, BP വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ചാർലി തോമസ് എന്നിവരാണ് 2 മുതൽ 7 വരെയുള്ള പ്രതികൾ. മേസ്ത്രി സുനിലാണ് 9ാം പ്രതി. 2ാം കുറ്റപത്രത്തിലെ ദിലീപിന്റെ സുഹൃത്തായിട്ടുള്ള VIP ശരത് എന്ന് പറയപ്പെടുന്ന ശരത് നായരെയും ഇതിനകത്ത് പ്രതി ചേർത്തിരുന്നു. 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലായെങ്കിലും ഒക്ടോബർ 3 കർശന ഉപാധികളോടുകൂടി അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു. ദീർഘനാൾ ജയിലിൽ കഴിഞ്ഞ പൾസർ സുനിക്ക് 2024 സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. 2018 മാർച്ച് 8 വിചാരണ അന്ന് ആരംഭിച്ചത്. കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായിട്ടുള്ള തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, അത് പ്രചരിപ്പിക്കൽ എന്നിവയിലൊക്കെ ഗൂഢാലോചന നടത്തി എന്നതാണ് ദിലീപിന് എതിരായിട്ടുള്ള കുറ്റം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സന്ദേശം, ആർക്കും പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള പ്രവൃത്തിയല്ല. അതുകൊണ്ട് തന്നെ ദിലീപല്ല,
ഏത് മഹത്തായിട്ടുള്ള വ്യക്തിയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. തെറ്റ് ചെയ്തിട്ട് ഇല്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിന് കുറ്റവിമുക്തനാകാം, അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കാതിരിക്കാം. അതായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നതെല്ലാം ഒരു സ്ത്രീക്കെതിരെ, ഒരു നിസ്സഹായ സ്ത്രീക്കെതിരെ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ശിക്ഷ എന്ന് പറയപ്പെടുന്നത് ലഭിക്കേണ്ടതുണ്ട്. കുറ്റസമ്മതം നടത്തുകയോ അല്ലെങ്കിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയോ ചെയ്യേണ്ടത് കോടതിയാണ്. എന്തായാലും കോടതി അത്തരത്തിൽ തന്നെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള ഒരു കേസിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ കോടതി വളരെ കൃത്യമായിട്ടും കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലുള്ള നിലപാട് തന്നെ എടുക്കും. ശിക്ഷയും ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെ കൊടുത്തില്ല എങ്കിൽ എന്ത് മാർക്കും എപ്പോഴും ഈ സമൂഹത്തെ ചെയ്യാമെന്നും സ്ത്രീയെ ഏത് തരത്തിലും ഉപയോഗിക്കാമെന്നും ഏത് തരത്തിലും അപകടപ്പെടുത്താമെന്നും അപായപ്പെടുത്താൻ പറ്റുമെന്നുള്ള തോന്നലിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ശിക്ഷ, കൃത്യമായിട്ടുള്ള നടപടി നിയമം തന്നെ കൈക്കൊള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കോടതി അങ്ങനെ ഏറ്റവും നല്ല സന്ദേശമായിരിക്കും നൽകാൻ പോകുന്നതെന്ന് തന്നെയാണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്.